നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ശ്രേയയുടെ ക്യാബിനിലേക്ക് ചെന്നു. വലിയ ഭൂകമ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷ ചെന്നത്. പക്ഷേ എനിക്ക് പുതിയ പ്രോജക്റ്റ് തന്നിട്ട് പറഞ്ഞു, ആകാശ് എഫിഷ്യന്റ് ഓഫീസറാ, അതുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് ഏൽപ്പിക്കുന്നതെന്ന്. ശരിക്കും കാക്കുതി, ശ്രേയ പറഞ്ഞത് എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു സ്വപ്നമാണെന്ന്. കൈ കൊണ്ടൊന്ന് പിച്ചു നോക്കിയപ്പോഴാ ഫാക്റ്റാണെന്ന് മനസ്സിലായത്. പുതിയ പ്രോജക്റ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ എനിക്ക് പ്രൊമോഷൻ കിട്ടും. ശ്രേയ റെക്കമെൻഡ് ചെയ്യാന്നും പറഞ്ഞു. അസിസ്റ്റന്റ് എഞ്ചിനീയറിൽ നിന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് മാറി ആകാശ്. അല്ല, എന്തു പറ്റി കാക്കുത്തി? വിശ്വാസമാവുന്നില്ലേ? നുണ പറയാമെന്ന് വിചാരിക്കാ? അതല്ല അക്കുച്ചേട്ടാ, ശ്രേയ എപ്പോഴൊക്കെ അക്കുച്ചേട്ടനോട് നല്ല രീതിയിൽ പെരുമാറുന്നോ അതിലൊക്കെ എനിക്ക് എന്തോ സംശയം തോന്നാറുണ്ട്. ശ്രേയയുടെ പെരുമാറ്റം ജെനുവിനായിട്ടാ എനിക്ക് തോന്നിയത്. ഉച്ചയ്ക്ക് ഭക്ഷണം വരെ എല്ലാവരുടെയും കൂടെ ഇരുന്നാ ശ്രേയ കഴിച്ചത്. നീ എനിക്ക് തന്നുവിട്ട കറികളെല്ലാം ശ്രേയം കഴിച്ചു. എന്നിട്ട് നിന്നെ പുകഴ്ത്തി പറഞ്ഞു പോള്, നിന്റെ പാചകം സൂപ്പറാണെന്ന് വരെ പറഞ്ഞു. അത് മാത്രമല്ല കാക്കുതി, ചാരുവിനെ കിട്ടിയ ഞാൻ ലക്കിയാണെന്ന് വരെ പറഞ്ഞു. ശ്രേയ ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ആദ്യമായിട്ട്. എനിക്ക് തോന്നുകയെ ശ്രേയ ശരിക്കും മാറിയെന്ന. ഒരു തല്ല് കിട്ടിയാലേ ആളുകൾ നന്നാവും. ആവുമായിരിക്കും അല്ലേ? ഈ അടി നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു അല്ലേ കാക്കോതി?